ബൺമസ്കേ ട്രെൻഡ് അല്ലേ? കഴിച്ച ആ സ്ഥാനത്ത് നിങ്ങളെ കൊല്ലാൻ പറ്റൂട്ടോ. എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? നാട്ടുകാർക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ലല്ലോ. ഒരു കിലോ അത്യാവശ്യം വില കുറഞ്ഞ ബട്ടറിന് ഒരു 600 രൂപ. പ്രോപ്പറായിട്ടൊരു ബൺമസ്ക് ഉണ്ടാക്കാൻ ബേസിക് ഇൻഗ്രീഡിയന്റ് കോസ്റ്റ് മാത്രം മേബി 50. പിന്നെ എങ്ങനെയാണ് ഇപ്പൊ വിറ്റുകൊണ്ടിരിക്കുന്ന വിലക്ക് അവയ്ക്ക് വിൽക്കാൻ പറ്റുക? സാറ്, ഞാൻ കണ്ണപ്പൻ, ടെസ്റ്റർ കണ്ണപ്പൻ. ടെസ്റ്ററാ? എന്ത് സാധനവും ടെസ്റ്റ് ചെയ്യും. മിൽക്ക് എന്ന് പറയുന്ന സാധനം ഭയങ്കര കുഴപ്പമാണ്. 70% പേര് അത് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നത്തിലോ. ഇതാണ് സത്യം. അല്ല, ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? നമ്മൾ കാണുന്ന പലതും വെറും മാർക്കറ്റിംഗ് തന്ത്രമാണ്. എന്നെ മെനക്കെടുത്താത്ത കോണർ മുറുക്ക് ഇറങ്ങിയിരിക്കാണോ? അല്ല, എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു, അത്രേ. ഓ, അപ്പൊ താൻ ഉണ്ടാക്കുന്നതൊക്കെ ശരിയാണോ? അത് മാർജിനൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ യെസ്, അത് പ്രശ്നം തന്നെയാണ്. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്രം ദി സ്റ്റാർട്ട്. നിങ്ങൾ എല്ലാ വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും അമൂലിന്റെ ബട്ടർ, അമൂലിന്റെ ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് മേടിക്കുന്നത് കണ്ടിട്ടുണ്ടാവും, സ്റ്റോക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. ഞങ്ങള് പ്യുവർ ബട്ടറാണ്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഒരു ആവറേജ് ഫ്രിഡ്ജ്, എപ്പോഴും ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. ആ ചീസിന്റെ കൂടാരം കാണാം, അത് തിരാമിസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അത് നല്ല ബെസ്റ്റ് ക്വാളിറ്റി ചീസ് യൂസ് ചെയ്യുന്നത്. അപ്പോ ക്വാളിറ്റി കാര്യത്തിൽ ഞങ്ങൾക്ക് ജസ്റ്റ് ഇതൊന്ന് കാണിച്ചെന്നു. അപ്പോ അതും ആ ക്വസ്റ്റ്യന്റെ ആൻസർ ആയില്ലേ? ഇതാണ് ഞങ്ങളുടെ കഥ. ഞങ്ങളുടെ പൺമസ്ക് കഴിക്കൂ, ഇത്ര പ്രശ്നമൊന്നുമില്ല. കള്ള പന്നി അരിച്ചാന്റെ സിൽവർ ഞാൻ നടക്കും. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ക്വാളിറ്റി 100% ആണ്. മനസ്സാക്ഷി കിട്ടില്ല, പിള്ളേർക്ക് സേഫ് ആണെന്ന് അങ്ങനെ തന്നെ പറയാം. ഞങ്ങൾ റിയൽ ആയിട്ട് ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് അത്രയും കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റും. ഇത് ബട്ടറാണ്, നിങ്ങളുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ഹാപ്പി ആയിട്ട് ഒന്ന് കഴിച്ചോളൂ. വല്ല ആവശ്യം ഉണ്ടായിരുന്നതാണോ? നാക്കം വെച്ചോണ്ട് വെറുതെ ഇരുന്നാ പോരെ. എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ കഞ്ഞിയിൽ മണ്ണ് വാരിടാൻ നോക്കിയാ ആ കൈ ഞാൻ വെട്ടു. കുഞ്ഞുട്ടെ കണ്ടാൽ ആള് പാവാ, എറിഞ്ഞാൽ കിരിക്കാടൻ ജോസിന് അപ്പനാ.